നവകേരള സദസ്സിൻ്റെ പരസ്യ ബോർഡിനായി ചെലവഴിച്ചത് കോടികൾ. 2.86 കോടി രൂപയാണ് ചെലവഴിച്ചത്. പരസ്യത്തിനായി 3 വർഷത്തിനിടെ 6.5 കോടി ചെലവഴിച്ചു. നവകേരള സദസ്സിന് CPM സമ്മേളനത്തിലും വിമർശനം നേരിടേണ്ടി വന്നു. CPM സമ്മേളനങ്ങളിൽ പോലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിമർശനം ഉയരുന്ന ഘട്ടത്തിലാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലും ബോർഡുകൾ വഴി പരസ്യം പ്രസിദ്ധീകരിക്കാൻ മാത്രം സർക്കാർ പൊടിച്ചത് കോടികളാണ്. 2021-22 സാമ്പത്തിക വർഷം മുതൽ ഈ ഇനത്തിൽ സർക്കാർ 6,41,94,223 രൂപ ചെലവഴിച്ചു. വിവരാവകാശ രേഖയിലാണ് വിവരങ്ങളുള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിന് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ സർക്കാർ ചെലവിട്ടത് 2,86 ലക്ഷം രൂപയാണ്. ഇതിൽ 55 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും സ്വകാര്യ ഏജൻസികൾക്ക് 2,31 ലക്ഷം രൂപ കുടിശ്ശികയാണെന്നും രേഖയിലുണ്ട്. നവകേരള സദസ്സിന്റെ ഭാഗമായി കലാജാഥ നടത്താൻ മാത്രം 48 ലക്ഷത്തിലധികം രൂപ ചെലവായി. അതേസമയം നവകേരള സദസ്സ് കഴിഞ്ഞ് 1 വർഷത്തിലേറെയായിട്ടും പല ബില്ലുകളുടെയും പരിശോധന പൂർത്തിയായിട്ടില്ല. വിശദമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴാണ് ബില്ലുകളുടെ പരിശോധന പൂർത്തിയായിട്ടില്ല എന്ന മറുപടി ലഭിച്ചത്. മണ്ഡലാടിസ്ഥാനത്തിൽ നവകേരള സദസ്സിനായി പണപ്പിരിവ് നടത്തിയിരുന്നു. 2023 നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയായിരുന്നു പരിപാടി നടന്നത്. പരിപാടിക്ക് വേണ്ടി പോസ്റ്ററും ബ്രോഷറും ക്ഷണക്കത്തും തയ്യാറാക്കിയതിന് 9,16 ലക്ഷം രൂപ ചെലവായതായി നേരത്തെ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പണം വെച്ച് 25,40,000 പോസ്റ്ററുകളാണ് അടിച്ചത്. പ്രതിസന്ധി കാലത്ത് സർക്കാർ ദൂർത്തെന്ന ആരോപണം നിലനിൽക്കെയാണ് ചിലവുകളുടെ കണക്കുകൾ ഓരോന്നായി പുറത്തുവരുന്നത്. ജനം, കോഴിക്കോട്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാലൊപ്പം ചേരുന്നു. ഗോകുല്, ഈ നവകേരള സദസ്സ് ഒരിക്കലും അത് ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടതിൻ്റെ പേരിലല്ല അറിയപ്പെടുക. സുരക്ഷയുടെ പേരിൽ, വഴിനീളെ കരിങ്കൊടി കാട്ടിയവരുടെ തലയ്ക്കടിച്ചതിൻ്റെ പേരിൽ, വിവാദങ്ങളുടെ പേരിൽ ഒക്കെയാണ്. ഇതിപ്പോൾ പരസ്യ ബോർഡിന് കോടികൾ ചെലവഴിച്ചുവെന്ന വാർത്ത പുറത്തു വരുന്നു. കൃഷ്ണരാജ്, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ സമ്മേളനങ്ങളടക്കം പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കി എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പത്തനംതിട്ടയിലും പാലക്കാടും ഒക്കെ ജില്ലാ സമ്മേളനത്തിലും ഏരിയ സമ്മേളനത്തിലുമൊക്കെ വളരെ വിമർശനങ്ങൾക്ക് വിധേയമായതായിരുന്നു നവകേരള സദസ്സ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കോടികൾ സ്വകാര്യ ഏജൻസികളിലേക്ക് ഒഴുക്കാൻ വേണ്ടി നവകേരള സദസ്സ് ഇടയാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് വിവരാവകാശ രേഖ പ്രകാരം അപേക്ഷിച്ച ചോദ്യത്തിന് ലഭിച്ച മറുപടിയിൽ നിന്ന് ലഭ്യമാവുന്നത്. പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടി 2,86 ലക്ഷം രൂപ ചെലവായതായിട്ടാണ് കണക്ക്. നേരത്തെ തന്നെ ഈ പോസ്റ്ററും ബ്രോഷറും ക്ഷണക്കത്തും അടിക്കാൻ വേണ്ടി 9,16 ലക്ഷം രൂപയും ചെലവായിരുന്നു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിനോട് തൊട്ടു മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ ഇടതുമുന്നണി സർക്കാർ നടത്തുന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു ഇടതുമുന്നണി നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നവകേരള സദസ്സ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ശക്തമായിരുന്നു. അതിനാൽ തന്നെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തുടനീളം പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയതാണ് നവകേരള സദസ്സ്. പല ആളുകൾക്കും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം മർദ്ദനമേൽക്കുകയും പല ആളുകളുടെയും ചെവിയും കണ്ണും ഒക്കെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ കൊണ്ടൊന്നും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. കോടികളുടെ ദൂർത്താണ്, അഴിമതിയാണ് നവകേരള സദസ്സിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ളത് എന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരസ്യ പ്രചരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മാത്രം കോടികൾ ചിലവഴിക്കുന്നു എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 6,40 ലക്ഷം രൂപ ഈ പരസ്യ പ്രസിദ്ധീകരണത്തിന് മാത്രം സർക്കാർ ചിലവഴിച്ചിരിക്കുന്നു. അതിൽ 2,86 ലക്ഷം രൂപ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാ വിവരങ്ങളും ലഭ്യമല്ല. ഇനിയും കണക്കുകൾ ക്രോഡീകരിക്കാനുണ്ട്. ഏതൊക്കെ ഏജൻസികൾക്കാണ് കണക്ക് കൃത്യമായി കൊടുക്കാനുള്ളത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ആർക്കൊക്കെ എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് വിശദമായ വിവരങ്ങൾ ചോദിച്ച സമയത്ത് ആ കണക്കുകളൊക്കെ ക്രോഡീകരിച്ച് വരുന്നതേ ഉള്ളൂ എന്നാണ് മറുപടി ലഭിച്ചിട്ടുള്ളത്. ഈ പരിപാടി കഴിഞ്ഞ്, അതായത് നവകേരള സദസ്സ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷവും ഇത്തരത്തിലുള്ള കണക്ക് ക്രോഡീകരിക്കാൻ പോലും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സംസ്ഥാന സർക്കാർ സാധിച്ചിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കൃഷ്ണരാജ്. ഗോകുൽ, ഇതിപ്പോൾ വിവരാവകാശ രേഖയാണ് ഇത്രയും ചെലവഴിച്ചു എന്നത്. നമ്മുടെ സംസ്ഥാനം വല്ലാതെ നട്ടം തിരിയുന്നുണ്ട് ദിവസ ചെലവുകൾക്കായി പോലും. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അപ്പുറത്ത് വലിയ സുരക്ഷ ഒരുക്കുന്നതിൽ തന്നെ ലക്ഷങ്ങളുടെ ചെലവ് വന്നു എന്ന് നമ്മൾ അറിഞ്ഞതാണ്. അതിനു പിന്നാലെ പരസ്യങ്ങൾ, ഈ വിവാദം കൊണ്ട് തന്നെ വലിയ പരസ്യം കിട്ടിയിരുന്നു നവകേരള സദസ്സിന്.
ഇതിപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പോലും പണം ചെലവഴിക്കാനില്ലാത്ത കാലത്താണ് ഇതൊക്കെയും മുടക്കിയത് എന്നത് ഈ സർക്കാരിൻ്റെ ധൂർത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണോ? അതുതന്നെയാണ് ഈ ധൂർത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് നവകേരള സദസ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ നവകേരള സദസ്സ് ആരംഭിക്കാനിരിക്കുന്ന സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അത് പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിന്റെ വൃത്തങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത്തരത്തിലുള്ള ഒരു ക്രിയാത്മകമായ ഇടപെടൽ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. നിരവധി പരാതികൾ ഇപ്പോഴും നവകേരള സദസ്സിൽ വന്നിട്ടുള്ളത് കെട്ടിക്കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ജില്ലകൾ തിരിച്ചുള്ള കണക്ക് ലഭ്യമായിട്ടില്ല. എത്ര പരാതികൾ ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച കണക്ക് മാത്രം അല്ലാതെ എത്ര പരാതികൾ പരിഹരിച്ചു എന്നതിനെ സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ലഭ്യമാകാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയത്ത് തന്നെയാണ് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ പരാതി കേൾക്കാൻ വേണ്ടി നവകേരള സദസ്സൊക്കെ കൊണ്ടിറക്കുകയും അതിന് കോടികളുടെ ഓൾട്ടറേഷൻ നടത്തുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് ആ ബസ് പൊടി പിടിച്ച് കിടക്കുകയും ഒക്കെ ചെയ്ത് നിരവധി തവണ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ പോസ്റ്റർ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാനുള്ളതാണ്. ഇത് പൂർണ്ണമായും പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെ ചിലവല്ല ഈ 2,86,00,000 രൂപ. ഇത് മൊത്തം പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെ ചിലവ്, അതായത് പോസ്റ്ററുകൾ, ബ്രോഷറുകൾ, ഡിജിറ്റൽ ഡിസ്പ്ലേകൾ എന്നിവയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അത് 10 കോടിക്ക് മുകളിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കേവലം പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടി മാത്രം സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചിലവാക്കിയിട്ടുള്ള തുകയാണ് 2 കോടി. നവകേരള സദസ്സിന്റെ പരസ്യ ബോർഡിന് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് കോടികൾ എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ.